ആ തണുത്ത മാളത്തിന്റെ ഇരുണ്ട കോണിൽ മെലിഞ്ഞുണങ്ങിയ എന്റെ ശരീരം ചുരുണ്ടുകൂടി. പുറത്ത് ജീവിതം തുടരുന്നുണ്ടാവാം, പക്ഷെ എന്റെ ലോകം ഈ മണ്ണിന്റെ മണവും വയറ്റിലെ തീവ്രമായ വേദനയും മാത്രമായിരുന്നു. ഓരോ ഞരമ്പിലും വിശപ്പ് തീയമ്പുപോലെ കുത്തിക്കയറി. കണ്ണുകൾ കഴച്ചു, ശരീരം വിറച്ചു. എത്ര നാളായി ഒരു തരി അന്നം കണ്ടിട്ട് എനിക്കോർമ്മയില്ല. ഓരോ ശ്വാസവും ഒരു ഭാരമായി തോന്നി. സഹിക്കവയ്യാതെ അവസാന ശ്രമമെന്നോണം ഞാൻ മാളത്തിൽ നിന്ന് പുറത്തേക്ക് തലനീട്ടി. ഒരു നേരിയ വെളിച്ചം, അതിന്റെ അറ്റത്ത് മഞ്ഞളിച്ച ഒരൊറ്റ കഷ്ണം, അതിന്റെ ഗന്ധം. ഓ, ആ മാദകഗന്ധം എന്റെ കുഞ്ഞു മനസ്സിനെ മത്തുപിടിപ്പിച്ചു. ഒരുതരം ഭ്രാന്തമായ മോഹം എന്നെ അങ്ങോട്ട് വലിച്ചിഴച്ചു. അമ്മ പറയാറുണ്ടായിരുന്നു, തിളങ്ങുന്നതെല്ലാം പൊന്നല്ലെന്ന്. മനുഷ്യരുടെ കെണികളെക്കുറിച്ച്, വിഷം നിറഞ്ഞ ആഹാരങ്ങളെക്കുറിച്ച്. ഓർമ്മകൾ ഒരു നിമിഷം മിന്നിമറഞ്ഞു. പക്ഷേ അമ്മേ, ആ വാക്കുകൾക്ക് എന്റെ ഈ വിശപ്പിനെ കെടുത്താൻ കഴിയുമായിരുന്നില്ലല്ലോ. ഈ ആഗ്നി കെടുത്താൻ എനിക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു. വിശപ്പ്, അതൊരു കൊടിയ ശാപമാണ്. മുന്നിൽ കാണുന്നതെന്തും വിഴുങ്ങാൻ പ്രേരിപ്പിക്കുന്നൊരു ഭ്രാന്താണ്. വിറയലോടെ ഞാൻ ആ കഷ്ണത്തിനടുത്തെത്തി. മണത്തുനോക്കി. എത്രയോ കാലത്തിനു ശേഷം വയറ്റിലേക്ക് ഒരിറ്റ് ആശ്വാസമെത്താൻ പോകുന്നു എന്നോർത്തപ്പോൾ എന്റെ ഹൃദയം ഒരു നിമിഷം ശാന്തമായി. മരണം മുന്നിലുണ്ടെന്നറിഞ്ഞിട്ടും ആ നിമിഷം വിശപ്പിനായിരുന്നു എന്റെ മേൽ ആധിപത്യം. ഞാനത് വായിലാക്കി. ആദ്യമൊരു മധുരം. അയ്യോ, അതെത്ര ഹൃദയഭേദകമായ മധുരമായിരുന്നു! ആ മധുരം തൊണ്ടയിലൂടെ താഴോട്ടിറങ്ങിയതും ഒരു പൊള്ളലായി മാറി. ശരീരം മരവിക്കാൻ തുടങ്ങി. കാഴ്ച മങ്ങി. ദൂരെ എവിടെയോ അമ്മയുടെ വിതുമ്പൽ കേട്ടതുപോലെ എന്റെ കുഞ്ഞിക്കണ്ണുകൾ പതിയെ അടഞ്ഞു. ശരീരം തണുത്തുറഞ്ഞു. അവസാനമായി ഞാൻ എന്റെ മാളത്തിന്റെ ഭിത്തിയിൽ അവസാന ശ്വാസം പുറത്തുവിടുന്നതിനു മുമ്പ്, നിങ്ങൾ തരുന്നത് വിഷമാണെന്നറിയാം, എങ്കിലും വിശപ്പിനറിയില്ലല്ലോ കഴിക്കുന്നത് വിഷമാണെന്ന്. ഈ ലോകത്ത് ഒരു ജീവിക്കും ഈ വേദന അനുഭവിക്കേണ്ടി വരരുതേ.